നമസ്കാരം. പോറ്റിയെ കയറ്റിയെ പാരഡി ഗാനത്തെ ചൊല്ലി ഉടലെടുത്ത വിവാദം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നു. ഗാനത്തിനെതിരെ പരാതി നൽകിയ വ്യക്തിയുടെ സംഘടനയുടെ നിയമസാധുത പരിശോധിക്കാനും ഗാനത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ അന്വേഷണം ഊർജിതമാക്കാനും അധികൃതർ തീരുമാനിച്ചു. പാരഡി ഗാനത്തിനെതിരെ DGPക്ക് പരാതി നൽകിയ പ്രസാദ് കുഴിക്കാല സെക്രട്ടറിയായ തിരുവാഭരണ പാത സംരക്ഷണ സമിതി എന്ന സംഘടനയെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടു. ഇതേ പേരിൽ മറ്റൊരു സംഘടന കൂടി രംഗത്ത് വന്നതോടെയാണ് അന്വേഷണത്തിന് വഴിയൊരുങ്ങിയത്. അഭിഭാഷകനായ കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി തുടർ നടപടികൾക്കായി രജിസ്ട്രേഷൻ വകുപ്പ് IG കൈമാറി. തിരുവനന്തപുരം സൈബർ പോലീസാണ് വിവാദഗാനവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുന്നത്. ഗാനരചയിതാവ് കുഞ്ഞബ്ദുള്ള, ഗായകൻ ഡാനിഷ്, നിർമ്മാതാവ് സുബൈർ പന്തല്ലൂർ, CMS മീഡിയ എന്നിവരാണ് പ്രതികൾ. മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു, മതവികാരം വ്രണപ്പെടുത്തി, ശരണമന്ത്രത്തെ അപമാനിച്ചു തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പ്രതികൾക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താനാണ് പോലീസിന്റെ തീരുമാനം. ഉടൻ തന്നെ അറസ്റ്റ് പോലുള്ള കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്നാണ് റിപ്പോർട്ട്. കൂടാതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ ഗാനം നീക്കം ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചു. വിഷയം രാഷ്ട്രീയമായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വിവാദഗാനം പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് കാണിച്ച് CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യും. മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ചുള്ള FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പാട്ടിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പിൻവലിക്കപ്പെടുകയാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 299, 353 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഇതും പ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. പാട്ടിന്റെ അണിയറ പ്രവർത്തകർക്ക് പുറമെ ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഈ പാരഡി ഗാനത്തിന്റെ വീഡിയോകൾ കൂട്ടത്തോടെ പിൻവലിക്കപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം ഉപയോഗിച്ച് നിർമ്മിച്ച AI വീഡിയോകളും ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. വിവരങ്ങൾ പങ്കുവെക്കാൻ പോലീസ് മെറ്റ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളോട് ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം. ശരണമന്ത്രത്തെയും അയ്യപ്പ ഭക്തിഗാനത്തെയും രാഷ്ട്രീയ ലാഭത്തിനായി വികലമാക്കി ഉപയോഗിച്ചെന്ന് ആരോപിച്ച് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതി നൽകിയത്. പാട്ട് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് CPM വാദിക്കുമ്പോൾ സമാനമായ പാരഡി ഗാനങ്ങൾ മുൻപ് ഭരണപക്ഷം ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMനും LDFനും തിരിച്ചടിയായി മാറിയെന്ന് കണ്ടതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം പാരഡിയിൽ കേസെടുക്കേണ്ട കാര്യം എന്താണെന്ന് തനിക്ക് അറിയില്ലെന്ന് ഗാനരചയിതാവ് GP കുഞ്ഞബ്ദുള്ള പ്രതികരിച്ചിരുന്നു. മതവികാരമൊന്നും താൻ വ്രണപ്പെടുത്തിയിട്ടില്ലെന്നും അയ്യപ്പനോട് വിശ്വാസികൾ സ്വർണം കട്ടുപോയതിലെ പരാതി പറയുന്നതായിട്ടാണ് താൻ എഴുതിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ പാരഡി മൂലം യഥാർത്ഥ അയ്യപ്പ ഭക്തർക്ക് മതവികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറാണെന്നും GP കുഞ്ഞബ്ദുള്ള പ്രതികരിച്ചു. കേസെടുത്തു എന്ന വാർത്ത കേട്ട് പേടിയൊന്നുമില്ല. എന്തിനാണ് പേടിക്കുന്നത്? കേസെടുക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. മതവികാരമൊന്നും ഞാൻ വ്രണപ്പെടുത്തുന്നില്ല. മതവികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാനും തയ്യാറാണ്. അയ്യപ്പ എന്ന് വിളിച്ച് സ്വർണം കട്ടുപോയതിൽ പരാതി പറയുന്നതായിട്ടാണ് ഞാൻ എഴുതിയത്. അയ്യപ്പനോട് വിശ്വാസികൾ പറയുന്നതാണ്, അത്രയുള്ളൂ. യഥാർത്ഥ അയ്യപ്പ ഭക്തർക്ക് മതവികാരം വ്രണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മതവികാരവും വ്രണപ്പെടുത്താൻ പാടില്ലല്ലോ എന്നും അദ്ദേഹം പറയുന്നു.